നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വകാര്യ ബസ് പണിമുടക്കിൽ സ്തംഭിച്ച് കാസർഗോഡ്. പലയിടങ്ങളിലും യാത്രക്കാർ നന്നേ വലഞ്ഞു. വിദ്യാർത്ഥി കൺസെഷൻ വർധനയടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സമരം. കാസർഗോഡ് നഗരസഭയിലേക്ക് നടത്തിയ BJP പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാസർഗോഡ് മുളിയാർ കാറടുക്ക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുൻപിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി K. നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണം കുടുംബകാര്യമോ? കാസർഗോഡ് കുമ്പള പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിന്റെ ഭർത്താവ് ഫയലുകൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും ബസ് ഓണേഴ്സ് അസോസിയേഷനും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഡീഷണൽ SP ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യമേഖലയെ തകർത്ത് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. സ്വകാര്യ ബസ് പണിമുടക്കിൽ സ്തംഭിച്ച് കാസർഗോഡ്. പണിമുടക്കിനെ തുടർന്ന് ജില്ലയിൽ പലയിടങ്ങളിലും യാത്രക്കാർ നന്നേ വലഞ്ഞു. KSRTC ബസ്സുകൾ അധിക സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും ജനജീവിതത്തെ സ്വകാര്യ ബസ് സമരം സാരമായി തന്നെ ബാധിച്ചു. വിദ്യാർത്ഥി കൺസെഷൻ വർധനയടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ സ്വകാര്യ ബസ് പണിമുടക്ക് സമരം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്റർ അധികമോടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴയിടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് സമരം നടത്തുന്നത്. സമരം കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായിരുന്നു. പണിമുടക്കിനെ തുടർന്ന് ജില്ലയിൽ പലയിടങ്ങളിലും യാത്രക്കാർ നന്നേ വലഞ്ഞു. KSRTC ബസ്സുകൾ അധിക സർവീസുകളടക്കം നടത്തുന്നുണ്ടെങ്കിലും ജനജീവിതത്തെ സ്വകാര്യ ബസ് സമരം സാരമായി തന്നെ ബാധിച്ചു. സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നവരെല്ലാം അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലായ അവസ്ഥയാണുണ്ടായത്. സ്വകാര്യ ബസ് സർവീസുകൾ കൂടുതലായുള്ള മേഖലകളിലെല്ലാം യാത്രക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. ബസ്സുകളില്ലാത്തതിനെ തുടർന്ന് സ്കൂളിലേക്കെത്തേണ്ട വിദ്യാർത്ഥികളും ഓഫീസിലെത്തേണ്ടവരുമെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. ബസ് സമരം വ്യാപാരികൾക്കും കനത്ത തിരിച്ചടിയായി. കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാന ടൗണുകളിലെല്ലാം ജനത്തിരക്ക് നന്നേ കുറവായിരുന്നു. സ്വകാര്യ ബസ് ഉടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി ഇന്ന് പണിമുടക്കിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുവാനാണ് തീരുമാനം. അതേസമയം തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വാണിജ്യ വ്യവസായ മേഖലകളിലെ തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും ബാങ്ക്, ഇൻഷുറൻസ്, തപാൽ, ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിൽ ഭാഗമാകും. പാൽ, ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയിലേക്ക് സംഘടിപ്പിച്ച BJP പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം. നഗരസഭയിലേത് വികസനരഹിത അഴിമതി ഭരണമാണെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. നഗരസഭാ കെട്ടിടത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. UDF ഭരിക്കുന്ന കാസർഗോഡ് നഗരസഭയിൽ വികസന മുരടിപ്പും അഴിമതി ആരോപണവും ഉന്നയിച്ചാണ് പ്രതിപക്ഷ ഭരണകക്ഷിയായ BJP പ്രതിഷേധ മാർച്ച് നടത്തിയത്. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തൊഴിലുറപ്പിൽ ഫണ്ടില്ല. നഗരസഭാ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഗേറ്റ് തള്ളി തുറക്കുവാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
വികസനമല്ല അഴിമതിയാണ് ഭരണപക്ഷം ആഗ്രഹിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറഞ്ഞു. ഇവിടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പറയുന്ന ഒരു ചെറിയ കോർപ്പറേഷനിൽ പോലും ഒരു ഡെവലപ്മെന്റ് ആയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ കാസർഗോഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ പകരം കാസർഗോഡ് മണി സെന്റർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഈ മുസ്ലിം ലീഗിക്ക് ഇവിടെ മണി സെന്റർ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ. എന്ത് നേട്ടങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഡെവലപ്മെന്റ്. ഇവിടെ റോഡുകൾ നോക്കിയെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഇല്ല. നമുക്കിവിടെ ബിൽഡിങ്ങൾ കണ്ടെങ്കിൽ അറിയാം എപ്പോ ഈ കാസർഗോഡ് മുനിസിപ്പാലിന്റെ അണ്ടറിൽ വരുന്ന ബിൽഡിങ്ങൾ തകർന്നു വീണു. ജൈവ മാലിന്യ സംസ്കരണ പദ്ധതിയുൾപ്പെടെ വിവിധ ജനക്ഷേമ വികസന പദ്ധതികളുടെ നടത്തിപ്പിലും വലിയ ക്രമക്കേടും അഴിമതിയുമാണ് നഗരസഭയിൽ നടക്കുന്നതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവും കൗൺസിലറുമായ P. രമേശ് കുറ്റപ്പെടുത്തി. മുനിസിപ്പൽ ടൗൺ ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് വരപ്രസാദ് കോട്ടക്കണി അധ്യക്ഷത വഹിച്ചു. BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു, സംസ്ഥാന സമിതി അംഗം സവിത ടീച്ചർ, ജില്ലാ സെക്രട്ടറി പ്രമീള മജൽ, ട്രഷറർ വീണ അരുൺ ഷെട്ടി, മുനിസിപ്പൽ കൗൺസിലർമാർ, കാസർഗോഡ് മണ്ഡലം ടൗൺ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കുമ്പള പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിന്റെ ഭർത്താവ് ഫയലുകൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ യൂസഫ് ഫയലുകൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കുമ്പള ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് ഫയലുകൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പ്രസിഡന്റ് ഓഫീസിനകത്തില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഭർത്താവ് യൂസഫിന്റെ പരിശോധന എന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പഞ്ചായത്ത് ഭരണം കുടുംബകാര്യമാവുന്നതായും പ്രസിഡന്റിന്റെ ഭർത്താവ് വലിയ തോതിൽ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതായും മുൻപും വ്യാപകമായ പരാതികളാണ് ഉയർന്നിരുന്നത്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഫയലുകൾ പോലും പ്രസിഡന്റ് അറിയാതെ യൂസഫ് കൈകാര്യം ചെയ്തിരുന്നതായും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയെ ക്യാബിനിൽ കയറി ഭീഷണിപ്പെടുത്തിയ കേസിലും യൂസഫിനെതിരെ കുമ്പള പോലീസ് കേസെടുത്തിരുന്നു. വലിയ തോതിൽ അഴിമതി ആരോപണങ്ങൾ പോലും ഉയരുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ ഉടൻ അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ വാദം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് മുളിയാർ കാർഡക്ക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി K. നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് മുളിയാർ കാർഡക്ക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KPCC സെക്രട്ടറി K. നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല, പരിശോധിക്കാൻ അവരെ സഹായിക്കാൻ ജീവനക്കാരില്ല, അപ്പോൾ ഇവിടെ മരുന്നില്ല, ഇവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. ഇത്രയും മോശമായ ഒരു സാഹചര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കണം. അവർ തികച്ചും നമുക്കറിയാമല്ലോ ഒരു അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ആരോഗ്യ മേഖലയിലെ ആസ്പത്രികൾ നിശ്ചലാവസ്ഥയിലാക്കി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടില്ലെന്നടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. കാരണം ജനങ്ങളുടെ ജീവൻ പ്രശ്നമാണ് നമുക്ക് വലുത്. ആ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിച്ച ഉത്തരവാദിത്വം ഗവൺമെന്റുണ്ട്. ആ ഉത്തരവാദിത്വം നൽകേണ്ട മന്ത്രിമാർ, ആ ഉത്തരവാദിത്വം നൽകേണ്ട മുഖ്യമന്ത്രി തന്നെ അതിലും പിറകോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M. രാജീവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. മുളിയാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. ഗോപിനാഥൻ നായർ സ്വാഗതം പറഞ്ഞു. MC പ്രഭാകരൻ, M. കുഞ്ഞമ്മു നമ്പ്യാർ, CA ജെയിംസ്, K. ഖാലിദ്, R. ഗംഗാധരൻ, മനാഫ് നുള്ളിപ്പാടി, അർജുനൻ തായലങ്ങാടി, A. വാസുദേവൻ നായർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാലാവസ്ഥ കനിഞ്ഞതോടെ മീൻ മാർക്കറ്റുകളിൽ മത്തിയാണ് ഇപ്പോൾ താരം. കിലോയ്ക്ക് 300 രൂപ വരെ വിലയിൽ എല്ലായിടങ്ങളിലും വിൽപ്പനയ്ക്കെത്തുന്ന മത്തിക്ക് ആവശ്യക്കാരും ഏറെയാണ്. കുഞ്ഞൻ മത്തി വളർന്നു. മഴയ്ക്ക് ശേഷം കടൽ പോഷക സമൃദ്ധമായതോടെ കുഞ്ഞൻ എന്ന പേരുദേശവും അകന്നു. നല്ല വളർച്ചയെത്തിയ വലുപ്പം വെച്ച് പരിഞ്ഞിലുള്ള മത്തിയാണ് ഇപ്പോൾ മീൻപിടുത്തക്കാർക്ക് ലഭിക്കുന്നത്. കിലോയ്ക്ക് 300 രൂപ വരെ വില വരുന്ന വലിയ മത്തികളാണ് കൂടുതലായും എല്ലായിടങ്ങളിലും വിൽപ്പനയ്ക്കെത്തുന്നതും. രുചിയും പോഷക ഗുണങ്ങളും ഏറെയായതിനാൽ വലിയ മത്തിക്ക് ആവശ്യക്കാരും ഏറെയാണ്. ഒക്ടോബർ ആദ്യം മുതൽ മാർച്ച് വരെ കേരള തീരത്ത് ലഭിച്ചിരുന്നത് കുഞ്ഞൻ മത്തിയായിരുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മൺസൂൺ അടക്കമുള്ള മഴ നന്നായി ലഭിച്ചതിനാൽ അടിത്തട്ടിൽ സസ്യജന്തുപ്ലവകങ്ങളുടെ ഉൽപാദനമേറി. സമുദ്ര ഊഷ്മാവിലും കുറവുണ്ടായി. സസ്യപ്ലവകങ്ങളെ മാത്രം ആഹാരമാക്കുന്ന മത്തിക്ക് അനുകൂല സാഹചര്യം ഒത്തുവന്നതാണ് വളർച്ചയ്ക്ക് കാരണമെന്ന് ശാസ്ത്ര സമൂഹം പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോലീസ്
പോലീസും മോട്ടോർ വാഹന വകുപ്പും ബസ് ഓണേഴ്സ് അസോസിയേഷനും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് അഡീഷണൽ SP ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ബസ് തൊഴിലാളികൾക്കും ഉടമകൾക്കുമായാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ബസ് ഓണേഴ്സ് അസോസിയേഷനും ട്രോമ കെയർ സൊസൈറ്റിയും സംയുക്തമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് അഡീഷണൽ SP ദേവദാസ് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് കാലത്ത് വളരെ അനിവാര്യമായ ഇപ്പോൾ നമ്മളെല്ലാം വിദ്യാസമ്പന്നരാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ വളരെയധികം വിദ്യാഭ്യാസമുള്ള ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ളവരെല്ലാം നമ്മൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ എല്ലാം അറിയാം. അവർ സമൂഹ മാധ്യമങ്ങളിലൂടെയെല്ലാം ഓരോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും അവർ ശ്രദ്ധിക്കേണ്ട കുറച്ചുപേരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം മൊത്തം ഈ മേഖലയിലെ ആളുകളെ ആകെ ബാധിക്കുന്ന ഒരു ചീത്തപ്പേര് ഉണ്ടാകുന്നത് ചില സമയങ്ങളിലെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മളെല്ലാം കുറച്ച് വിജിലന്റ് ആവേണ്ടതുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. RTO രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. മോട്ടോർ വാഹന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് MVI MP റോഷൻ ക്ലാസ് എടുത്തു. ലയൺ ഡിസ്ട്രിക്ട് സെക്രട്ടറി V വേണുഗോപാൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് K ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ കാസർഗോഡ് താലൂക്ക് സെക്രട്ടറി CA മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ശങ്കർ നായിക് നന്ദിയും പറഞ്ഞു. ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ CITU നേതാവ് ഗിരികൃഷ്ണൻ, BMS നേതാവ് ദിനേശൻ എന്നിവർ സംസാരിച്ചു. തങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള കൃത്യമായ വീക്ഷണം ക്ലാസുകളിലൂടെ തൊഴിലാളികൾക്ക് ലഭിച്ചു. ഗതാഗത നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിനും ഈ ക്ലാസ് ഏറെ സഹായകരമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാർഷിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി സൗജന്യം നിർത്തലാക്കുവാനുള്ള നീക്കത്തിനെതിരെ വ്യാഴാഴ്ച പുത്തികെ കൃഷിഭവനിലേക്ക് കിസാൻ സേന മാർച്ച് നടത്തും. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലയിലെ MLA മാരും കൃഷി വകുപ്പ് മന്ത്രിയും അടിയന്തരമായി ഇടപെടണമെന്നും കിസാൻ സേന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മോട്ടോർ ഉപയോഗിച്ച് പുഴയിൽ നിന്നും കൃഷി ആവശ്യത്തിന് വെള്ളമെടുക്കുവാൻ പാടില്ലെന്നും കുഴൽക്കിണർ വെള്ളം കൃഷിക്ക് ഉപയോഗിച്ചാൽ വൈദ്യുതി സൗജന്യം ലഭിക്കില്ലെന്നുമുള്ള തീരുമാനം കർഷകരെ സംബന്ധിച്ചിടത്തോളം കരി നിയമമാണെന്ന് കിസാൻ സേന ഭാരവാഹികൾ പറഞ്ഞു. 200-ലധികം കർഷകരെ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയ പുത്തികെ കൃഷിഭവൻ നടപടിക്കെതിരെ വ്യാഴാഴ്ച രാവിലെ 10:30 കട്ടത്തടുക്കയിൽ നിന്നും പുത്തികെ കൃഷിഭവനിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ച് നടത്തും. കർഷകരുടെ വൈദ്യുതി കുടിശ്ശിക കൃഷിഭവൻ തന്നെ അടയ്ക്കുക, കുടിശ്ശിക അടച്ച കർഷകർക്ക് പണം തിരികെ നൽകുക, ഒഴിവാക്കിയ കർഷകരെ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, പുഴയിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് കൃഷിക്ക് വെള്ളമെടുക്കുവാൻ അനുമതി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ജില്ലയിലെ MLA മാരും കൃഷി വകുപ്പ് മന്ത്രിയും അടിയന്തരമായി ഇടപെടണമെന്നും കിസാൻ സേന ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കൃഷിഭവനിൽ നിന്ന് കഴിഞ്ഞ 20 വർഷത്തിലധികമായി സൗജന്യമായി ലഭിച്ചുകൊണ്ടിരുന്ന ഈ പദ്ധതി കർഷകർക്ക് ഇല്ല എന്ന ഈ 10-ഓളം കർഷകർക്ക് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത് KCB നിങ്ങൾ ബില്ലടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യുതി സൗജന്യമായ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് പറയുമ്പോൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതിനുവേണ്ടി അപേക്ഷ കൊടുക്കുകയും സൗജന്യമായി ഇത്രയും കാലം ലഭിക്കുകയും ചെയ്ത വൈദ്യുതി നിങ്ങൾ അതിൽ അർഹതയില്ല, അനർഹരാണ് എന്ന വിവരം ഒരു കർഷകർക്കും കൃഷിഭവൻ അറിയിച്ചിട്ടില്ല. കിസാൻ സേന ജില്ലാ സെക്രട്ടറി ഷുക്കൂർ കാണാജെ, കിസാൻ സേന പുത്തികെ പഞ്ചായത്ത് പ്രസിഡന്റ് P അബ്ദുല്ല കണ്ടത്തിൽ, ജനറൽ സെക്രട്ടറി സുരേഷ് PA അടുക്കത്തൊട്ടി, വൈസ് പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യ ഭട്ട് ചക്നികെ, ജോയിന്റ് സെക്രട്ടറി പ്രസാദ് കക്കപ്പാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിപ്പോയാൽ ജീവൻ ബാക്കിയുണ്ടാവില്ലെന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായ സജി ചെറിയാൻ തന്നെ പറയുന്നു. അതുകൊണ്ടാണ് മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നതെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആതുര ശുശ്രൂഷ രംഗത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് പുറത്തുവരുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ആ സഹോദരി സ്വന്തം ശ്വാസം സംരക്ഷിക്കാൻ, ജീവൻ സംരക്ഷിക്കാൻ അവിടെ പാടുപെടുകയായിരുന്നു. മനസാക്ഷിയില്ല, ഒരു നടപടിയുമില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആർക്കും കൊടുക്കരുത്. ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ കൊടുത്താൽ അവനെ ജയിലിലടക്കാനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. ഈ സർക്കാർ 3 കൊല്ലം വരെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഇത് കേരളത്തിലാണ് നടന്നത്. ഇത് ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ഡിവൈഎഫ്ഐക്കാരുണ്ടല്ലോ, നാണം കെട്ട ജാതികൾ, അവന്മാരിവിടെ കേരളം കുട്ടിച്ചോറാക്കുമായിരുന്നില്ലേ? ഒരക്ഷരം വേണ്ടിയ അവരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്നു. മലയാളികൾ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നു നമ്മുടെ കുട്ടികൾ. നിങ്ങൾ നോക്കൂ, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പൊട്ടിത്തെറി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിങ്ങൾ കണ്ടില്ലേ? പുക അടക്കാൻ പറ്റുന്നത്. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിട്ടെത്തിയവരെ കെ സുരേന്ദ്രൻ ഷാളണിയിച്ച് സ്വീകരിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി മുഖ്യപ്രഭാഷണം നടത്തി. M ഭാസ്കരൻ, M ബൽരാജ്, PR സുനിൽ, സാഗർ ചാത്തമത്ത്, T കുഞ്ഞിരാമൻ, E അനുപ്രിയ, M ശ്യാമപ്രസാദ്, K രമേശൻ, EM സോജു, K പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. പുതുതായി BJPയിൽ ചേർന്നവരെ ആനയിച്ച് ടൗണിൽ പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അഗ്നിരക്ഷാസേനയുടെ നിയന്ത്രണത്തിലുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്കുള്ള ജില്ലാതല ജലസുരക്ഷാ രംഗത്തെ പരിശീലനം അവസാന ഘട്ടത്തിലേക്ക്. പ്രളയ ദുരന്ത രക്ഷാപ്രവർത്തനം, ഡിങ്കിയിൽ തുഴച്ചിൽ, നീന്തൽ തുടങ്ങിയവയിലാണ് പരിശീലനം നൽകിയത്. ദിവസങ്ങളായി തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലും നടക്കാവ് കാപ്പുകുളത്തിലുമായി കാസർഗോഡ് ജില്ലയിലെ വിവിധ നിലയങ്ങൾക്ക് കീഴിലുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ വിവിധ പരിശീലനങ്ങളിലാണ്. അവസാനഘട്ട പരിശീലനമാണ് നടക്കാവ് കാപ്പിൽ കുളത്തിൽ നടന്നുവരുന്നത്. പ്രളയ ദുരന്ത രക്ഷാപ്രവർത്തനം, തയ്യാറെടുപ്പ്, ബോട്ട് തുഴച്ചിൽ, നീന്തൽ പരിശീലനം എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ M സുരേഷ് പരിശീലകർക്ക് പങ്കായം കൈമാറി. തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ, ജില്ലാ സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർമാരായ K ഗോപി, E ഷിജു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, അതുപോലെ തൃക്കരിപ്പൂർ നിലയിൽ നിന്നും 50ഓളം പേരാണ് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത്. നല്ല രീതിയിലുള്ള ഡിങ്കി പരിശീലനവും തുഴയച്ചൽ പരിശീലനവും ജലരക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത്. ജല അപകടം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഇതിലേകദേശം 50 പേരാണ് നമ്മുടെ ഇവിടുന്ന് പങ്കെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ വെള്ളപ്പൊക്ക അപകടങ്ങളെ നേരിടാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യം അതേകദേശം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് ജില്ലാ വാർഡൻ PP പ്രദീപ് കുമാർ, പോസ്റ്റ് വാർഡന്മാരായ KNC ഇബ്രാഹിം, K രതീഷ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിലെ വിവിധ അഗ്നിരക്ഷാ നിലയങ്ങളിലെ 50-ൽ പരം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരാണ് ജില്ലാതല പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അലയൻസ് ക്ലബ് ഇന്റർനാഷണൽ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ 31ാം ഓർമ്മദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. പ്രമുഖ എഴുത്തുകാരനും പത്രാധിപനും സാംസ്കാരിക പ്രവർത്തകനുമായ റഹ്മാൻ തായിലങ്ങാടി ഉദ്ഘാടനം ചെയ്തു. മലയാള സാഹിത്യത്തിന് സ്നേഹത്തിൻ്റെ സുഗന്ധം നൽകിയ ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മകൾക്ക് 31 വർഷമാകുന്നു. വൈക്കം തലയോലപ്പറമ്പിൽ ജനിച്ച് സാഹിത്യലോകത്തോളം തലപ്പൊക്കത്തിലേക്ക് വളർന്ന ബഷീർ ബേപ്പൂരിൻ്റെ മണ്ണിൽ അന്തിയുറങ്ങുമ്പോഴും ആ നാമം വായനക്കാരുടെ ഹൃദയങ്ങളിൽ കാലാതീതമായി ജീവിക്കുകയാണ്. അലയൻസ് ക്ലബ് ഇന്റർനാഷണൽ കാസർഗോഡിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രിയ എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 31ാം ഓർമ്മദിനം വിപുലമായ പരിപാടികളോടെയാണ് ആചരിച്ചത്. പ്രമുഖ എഴുത്തുകാരനും പത്രാധിപനും സാംസ്കാരിക പ്രവർത്തകനുമായ റഹ്മാൻ തായിലങ്ങാടി ഉദ്ഘാടനം ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീറും താനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ റഹ്മാൻ തായിലങ്ങാടി പുതുക്കിയപ്പോൾ സദസ്സിലുണ്ടായിരുന്നവർക്കത് പുതിയ അറിവായി. പ്രമുഖ എഴുത്തുകാരനായ ഡോക്ടർ അബ്ദുൽ സത്താർ AA മുഖ്യാതിഥിയായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളായ പാത്തുമ്മയുടെ ആടിനെക്കുറിച്ചും മതിലുകൾ, ഡുപ്പുപ്പാക്കൊരാനേണ്ടാർന്നു തുടങ്ങിയവയെക്കുറിച്ചും പ്രതിപാദിച്ചു. പരിപാടിയിൽ ക്ലബ്ബ് നിയുക്ത പ്രസിഡന്റ് സമീർ ആമസോണിക്സ് പോസ്റ്റർ കൈമാറി. വൈസ് പ്രസിഡന്റ് നൌഷാദ് ബായ്ക്കര അധ്യക്ഷത വഹിച്ചു. ഹനീഫ് PM, അൻവർ KG തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കെസറുഗദ്ദെ 2025 ശ്രദ്ധേയമായി. നാടിന് ഉത്സവ നിറവേകി മാന്യ ദേവരകരെ വയലിൽ വിവിധ ഗ്രാമീണ മത്സരങ്ങളും വിനോദ പരിപാടികളും നടന്നു. ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ മാന്യ ദേവരകരെ വയലിൽ സംഘടിപ്പിച്ച കെസറുഗദ്ദെ 2025 ഗ്രാമോത്സവം നാടിനുത്സവമായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ കിഷോർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോർഡിനേറ്റർ യതുരാജ്, ബദിയടുക്ക പഞ്ചായത്ത് അംഗം ശ്യാമപ്രസാദ് മാന്യ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബദിയടുക്ക പഞ്ചായത്ത് 15-ാം വാർഡിൽ നിന്നും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മികച്ച കർഷകനായ കൃഷ്ണപ്പ നായിക്കിനും അനുമോദനമേകി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ അനിത ക്രാസ്റ്റ സ്വാഗതവും അഗ്രി CRP മിനിത നന്ദിയും പറഞ്ഞു. വയലിൽ നടന്ന വിവിധ ഗ്രാമീണ മത്സരങ്ങളിലും വിനോദ പരിപാടികളിലും കുടുംബശ്രീ അംഗങ്ങളും ബാലസഭാ അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പ്രവാസികൾക്കും പെൻഷൻ നൽകണമെന്ന് കേരള പ്രവാസി സംഘം മാണിയാട്ട് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. ജലീൽ കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം മാണിയാട്ട് വില്ലേജ് സമ്മേളനം നടന്നു. 60 വയസ്സു കഴിഞ്ഞ മുഴുവൻ പ്രവാസികൾക്കും പെൻഷൻ നൽകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന തെരുവ് നായ ശല്യം ഇല്ലാതാക്കുവാൻ സംസ്ഥാനത്തുടനീളം ഷെൽട്ടറുകൾ സ്ഥാപിച്ച് നായകളെ അതിൽ പാർപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജലീൽ കാപ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AV നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി തമ്പാൻ കീനേരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികളായ ചന്ദ്രമതി, റഹീന രവീന്ദ്രൻ മാണിയാട്ട്, K മോഹനൻ മാസ്റ്റർ, TV ബാലൻ, യൂനസ് പള്ളിക്കര, രാജൻ വലിയപറമ്പ്, ശശി കാനത്തിൽ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ കുട്ടികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു. V കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും P സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അണങ്കൂർ GLP സ്കൂളിലെ PTA MPTA വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ഇതോടൊപ്പം രക്ഷിതാക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് അണങ്കൂർ GLP സ്കൂളിലെ വാർഷിക ജനറൽ ബോഡി യോഗവും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും സ്കൂൾ അങ്കണത്തിൽ നടന്നു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാനഗർ സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ രേഷ്മ M ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. ചടങ്ങിൽ സ്കൂളിൽ നിന്നും 2024-25 വർഷത്തിൽ LSS നേടിയ 5 കുട്ടികളെ അനുമോദിച്ചു. യോഗത്തിൽ PTA പ്രസിഡന്റ് മിഥുൻ കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശാന്തി K സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഊർജ്ജ സംരക്ഷണ അവബോധവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച LED ബൾബിന്റെ പ്രകാശനവും റിവേഴ്സ് ഓസ്മോസിസ് വാട്ടർ പ്യൂരിഫയർ, ഇൻഫിനേറ്റർ എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശൈലജ ഭട്ട് N ഉദ്ഘാടനം നിർവഹിച്ചു. പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഊർജ്ജ സംരക്ഷണ അവബോധവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച LED ബൾബിന്റെ പ്രകാശനവും ബദിയടുക്ക യൂണിറ്റിന്റെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നരേന്ദ്ര BN നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനവും റിവേഴ്സ് ഓസ്മോസിസ് വാട്ടർ പ്യൂരിഫയർ, ഇൻഫിനേറ്റർ എന്നിവയുടെ ഉദ്ഘാടനവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശൈലജ ഭട്ട് N നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അഷ്റഫ് മുനിയോർ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് നോർത്ത് സോൺ കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഫോമർ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രൊഫസർ V ഗോപിനാഥൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡംഗം ബാലകൃഷ്ണ ഷെട്ടി, മുൻ ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാഹിൻ കേളോട്ട്, കാസർഗോഡ് ജില്ലാ EEP കോർഡിനേറ്റർ ഹരിഹരൻ മാസ്റ്റർ, അഖിലേഷ് നഖുമുഖം, KCB ബദിയടുക്ക സെക്ഷൻ ഓവർസിയർ ഷെരീഫ് പാലക്കാർ, SMC ചെയർമാൻ ഷെരീഫ് ചെടേക്കാൽ, മദർ PTA പ്രസിഡന്റ് ഫാരിസ, PTA വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം BK, ബദിയടുക്ക യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അധ്യക്ഷൻ നരേന്ദ്ര BN എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ 10ാം തരത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾക്കും NMMS, LSS, USS മത്സര പരീക്ഷകളിലെ വിജയികൾക്കും രാജ്യപുരസ്കാർ നേടിയ കുട്ടികൾക്കും ആദരവേകി. സ്കൂൾ പ്രധാനാധ്യാപിക ഷീബ B സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി റിഷാദ് PMA നന്ദിയും പറഞ്ഞു.
സംരംഭകത്വശീലം, സമ്പാദ്യശീലം, സ്വയം തൊഴിൽ, പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികൾക്കുള്ള താൽപര്യം വളർത്തൽ, ഊർജ്ജ സംരക്ഷണാവബോധം വളർത്തൽ, നേതൃപാടവം വളർത്തൽ എന്നീ നൈപുണ്യങ്ങൾ കുട്ടികളിൽ വളർത്തുന്നതിനായി LED ബൾബിന്റെ നിർമ്മാണം സ്കൂളിൽ ആരംഭിക്കുകയും നിർമ്മിച്ച ബൾബുകളെ സമൂഹത്തിലെ നിർധനരായ കുടുംബങ്ങൾക്ക് നൽകുന്നതിനായി സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത വിവിധ സ്ഥാപനങ്ങളും അഭ്യുദയാകാംക്ഷികളും നാട്ടുകാരും പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റി അനുമോദനവും ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ധന്യ ഉദ്ഘാടനം ചെയ്തു. UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആലമ്പാടി ജമാഅത്ത് പരിധിയിൽ നിന്നും 2024-25 അധ്യയന വർഷത്തെ SSLC CBSE പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കണ്ണൂർ യൂണിവേഴ്സിറ്റി BSc സുവോളജിയിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ സൈനബ സുമയ്യയെയും അനുമോദിക്കുകയും ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ധന്യ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മാസ്റ്റർ ഇൻചാർജ് അബ്ദുൽ ഹക്കീം മുഖ്യ പ്രഭാഷണം നടത്തി. UAE ആലമ്പാടി ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ഖാദർ ബാവ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ കാസി, അംഗങ്ങളായ KK അബൂബക്കർ, മാഹിൻ ആലമ്പാടി, മുഹമ്മദ് ആലമ്പാടി, ഖദീജ ആലമ്പാടി, UAE ആലമ്പാടി ജമാഅത്ത് അംഗങ്ങളായ ഇബ്രാഹിം ഫുജൈറ, മൻചു കറാമ എന്നിവർ സംസാരിച്ചു. UAE ആലമ്പാടി ജമാഅത്ത് ജോയിന്റ് സെക്രട്ടറി റൌഫ് കാസി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം അബൂബക്കർ നുച്ചിപ്പടുപ്പ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ബസ് പണിമുടക്കിൽ സ്തംഭിച്ച് കാസർഗോഡ്. പലയിടങ്ങളിലും യാത്രക്കാർ നന്നേ വലഞ്ഞു. വിദ്യാർത്ഥി കൺസെഷൻ വർധനയടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സമരം. കാസർഗോഡ് നഗരസഭയിലേക്ക് നടത്തിയ BJP പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാസർഗോഡ് മുളിയാർ കാറടുക്ക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുൻപിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണം കുടുംബകാര്യമോ? കാസർഗോഡ് കുമ്പള പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിന്റെ ഭർത്താവ് ഫയലുകൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും ബസ് ഓണേഴ്സ് അസോസിയേഷനും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഡീഷണൽ SP ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.